വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദുബൈയിലോട്ടൊരു ട്രിപ്പ്. ലോകത്തെ എല്ലാ രാജ്യങ്ങളിലുള്ള എല്ലാ സംസ്കാരങ്ങളിലുള്ള ആൾക്കാർ ഒത്തൊരുമയോട് തിങ്ങിപ്പാർക്കുന്ന ഒരു ഇൻ്റർനാഷണൽ സിറ്റി. നല്ല ക്ലീനായിട്ടും ഹൈജീനായിട്ടും എപ്പോഴും സൂക്ഷിച്ചിരിക്കുന്ന നല്ല സിറ്റി, കണ്ടു പഠിക്കേണ്ട സിറ്റിയാണ് ദുബൈ. കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പണ്ട് പറഞ്ഞല്ലോ, കൊല്ലം കണ്ടാൽ ഇല്ലം വേണ്ടെന്ന് പറയുമ്പോൾ ദുബൈ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇന്ത്യയിൽ അല്ലെങ്കിൽ പല സിറ്റികൾ നമുക്ക് മടുപ്പ് തോന്നും. കാരണം അത്രയ്ക്ക് നീറ്റും ക്ലീനും വെൽ പ്ലാൻഡ് ആയിട്ടുള്ള അടിപൊളി സിറ്റി. അതിലോട്ട് ഇടയ്ക്കിടയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ ഓരോ വർഷങ്ങൾ നമ്മളിങ്ങനെ യാത്ര പോകുമ്പോൾ പുതിയ പുതിയ ഐഡിയകളും പുതിയ പുതിയ പാർക്കുകളും പുതിയ പുതിയ സ്പോർട്സ് തീമുകളും എല്ലാം കൊണ്ടുവരുന്ന ഒരു ഉഗ്രൻ സിറ്റി. കാണേണ്ടതാണ്. ഒരു ലൈഫ് ടൈമിൽ ഒരു പ്രാവശ്യമെങ്കിലും ദുബൈ പോയി എക്സ്പ്ലോർ ചെയ്യണം. ജോലിക്ക് പോകാനും ജോലി സാധ്യതകളും അനന്തമായിട്ടുള്ള സിറ്റി. പക്ഷെ ജോലിക്ക് പോകാതെ പോയി കറങ്ങി കിടക്കാൻ അതിനേക്കാളും അടിപൊളി സിറ്റി. എല്ലാ നൈറ്റ് ലൈഫും എല്ലാ കാര്യങ്ങളും ഉള്ള സൂപ്പർ ഡൂപ്പർ സിറ്റിയാണ്. ഒന്ന് കാണേണ്ട സിറ്റി തന്നെയാണ്. അപ്പം ഇപ്രാവശ്യം സമയമുള്ളപ്പോൾ ദുബൈയിലോട്ട് വെച്ച് വിട്ടതാണ്. അപ്പം കസിൻസ് എല്ലാം ഉണ്ട്. അപ്പം അങ്ങനെ നമ്മളവിടെ കാണാനായിട്ട് പോകുന്നത് ദുബൈയിൽ. അപ്പം ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ അടുത്ത സ്ഥലങ്ങളാണ് ഈ കാണുന്നത്. അപ്പം എല്ലാം ഇത്രയും വെറൈറ്റി വിവിധ തരം ആൾക്കാർ താമസിക്കുന്നവർ എന്തുമാത്രം കാര്യമായ രീതിയിൽ ഇതെല്ലാം നോക്കി അവിടെ നിന്നിങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് നമുക്ക് അത്ഭുതം തോന്നും. എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ടും 100% അല്ല എന്നാലും പറയുകയാണ്, അത്രയ്ക്കും നല്ലതായിട്ട് വെൽ പ്ലാൻഡായിട്ട് ഏതൊരു അർദ്ധരാത്രിക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും എല്ലാം ഇറങ്ങി നടക്കാൻ പറ്റുന്ന ഒരു അതിഭയങ്കര സിറ്റി. കാണേണ്ടത് കാഴ്ചയാണ്. ദുബൈയിൽ ഒരു പ്രാവശ്യം നിർബന്ധമായിട്ടും പോയിരിക്കണം. നമ്മുടെ ഈ ഏറ്റവും ബാക്കി സിറ്റികളെക്കാളും വളരെ വളരെ ചീപ്പസ്റ്റുമാണ് ദുബൈ. ഏത് ഫുഡ് വൈസ് ആണെങ്കിലും എല്ലാ രീതിയിലും. ഇപ്പോൾ ഇതൊരു പാർക്കാണ്, കണ്ടോ. അവരുടെ ശരിക്കും ഒരു കലാബോധം ഭയങ്കരമാണ്. ഒരു ഒക്ടോബസിനെ സൈഡിൽ വെച്ചിരിക്കുന്നുണ്ടോ. അപ്പോൾ ഇങ്ങനെ ദിവസവും ഓരോ സ്ഥലത്ത് പോയി കാണാനായിട്ടും പുതിയ 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 തീം പാർക്കുകളും അങ്ങനെ എല്ലാം വരുന്നൊരു സൂപ്പർ ഡൂപ്പർ സിറ്റിയാണ് സാധനം. അപ്പം ഇപ്പോഴ് ചൂടാണ്, എന്നാലും നല്ല രസമാണ്. കാരണം അവിടുത്തെ ഒരു ചൂടെന്ന് പറഞ്ഞാൽ ഡ്രൈ ഹീറ്റാണ്. നമ്മളവിടെ പോലെ വേർപ്പ് നിൽക്കില്ല. നമ്മുടെ ഹ്യൂമിഡിറ്റി കൂടുതലായാലും നമുക്ക് ചൂട് കൂടുന്നതോറും നമുക്ക് ഇരിക്കാൻ ഭയങ്കര ഇവിടെ ഇറിറ്റേഷനാണ്. ഇവിടെ അങ്ങനെ തോന്നുന്നില്ല. പക്ഷേ എന്നാലും അവിടുത്തെ ചൂട് ഡയറക്റ്റായിട്ട് അടിച്ചു കഴിഞ്ഞാൽ സ്കിന്നിങ്ങനെ ഒരുമാതിരിയാവും. കെയർഫുൾ. പക്ഷെ എന്നാലും നല്ലതാണ്. നമുക്ക് എല്ലാ AC കാറ്, AC മോൾ എല്ലായിടും AC ആണ്. നമുക്ക് ഇങ്ങനെ വൈകിട്ടത്തെ സന്ധ്യ അടിപൊളിയാണ്. വൈകിട്ടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് രസമായിട്ടുള്ള ബീച്ചുകളും പല പല സ്ഥലങ്ങളും ഇങ്ങനെ കറങ്ങി നടക്കാൻ പറ്റും. ഒരുപാട് വെറൈറ്റി ഓഫ് എൻ്റർടൈൻമെൻറ്റ്സ് ഉണ്ട്. നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞാലും സൂപ്പറായിട്ട് ഇങ്ങനെ ഒരു ലോകത്തൊരിടത്തും ഇത്രയും നല്ലൊരു സിറ്റിയും ഇത്രയും ചീപ്പസ്റ്റായിട്ട് കറങ്ങാൻ പറ്റിയ സ്ഥലവും കാണില്ല. അപ്പം പാം ട്രീക്ക് നമ്മൾ ബെസ്റ്റ് റോഡുകളും നല്ല നല്ല അതുപോലെ നിയമങ്ങളും ഒക്കെ വളരെ നല്ലതാണ്. സിമ്പിളായിട്ടുള്ള നിയമങ്ങളും എല്ലാവർക്കും എന്ത് ഇൻട്രസ്റ്റ് ഉള്ളതും നോക്കാം. പക്ഷേ വേറെ ആരും ശല്യം ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു റൂളാണ് പ്രധാനമായിട്ട് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ദുബൈ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. അപ്പോൾ ഇത് പാർട്ടായിട്ട് വരും. ഇപ്പോൾ ആദ്യം നമുക്കിന്ന് ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ഫിഷ് മാർക്കറ്റ് കാണാം. അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ഫിഷ് മാർക്കറ്റൊക്കെ ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ദുബൈ പോയി കഴിയുമ്പോൾ നമുക്ക് അതൊക്കെ ആദ്യം നമുക്ക് കൊണ്ടുവന്നത്. അപ്പോൾ പോകുന്ന വഴിക്കൊരു റോഡിൻ്റെ സൈഡിലുള്ള പാർക്കിംഗ് ഉണ്ടോ, പാർക്കിങ്ങെല്ലാം എന്ത് രസമായിട്ട് ചെയ്തു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ നേരെ എല്ലാം വളരെ നീറ്റ് ആൻഡ് ക്ലീനായിട്ട് വെച്ചിരിക്കുന്ന ഹൈവേകളും പാർക്കുകളും. ഇപ്പോൾ ഈ വെള്ളം കിട്ടാത്ത സ്ഥലത്ത് തന്നെ എന്തുമാത്രം പൂക്കളും എന്തുമാത്രം ഗാർഡൻസും ഒക്കെ അവരുണ്ടാക്കി വെച്ചിരിക്കുന്നു നോക്കിക്കൊള്ളാം. അപ്പോൾ അവരുടെ ആ ഒരു എഫിഷ്യൻസി ഈ മരുഭൂമിയിൽ ഇതുപോലെ തന്നെ ഇത്രയും നല്ലൊരു ഉഗ്രൻ സിറ്റി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ സിറ്റി തന്നെയാണ്. ലോക്കൽ സിറ്റി എന്നല്ല, ഇൻ്റർനാഷണൽ സിറ്റി തന്നെയാണ്. അത് സമ്മതിച്ചു കൊടുക്കേണ്ട കാര്യമാണ്. അപ്പോൾ നമ്മളൊരു പാർക്കിനകത്ത് നേരത്തെ കാണിച്ച പാർക്കിനകത്ത് തന്നെ കയറാൻ പോകുന്ന എൻട്രൻസാണ്. അപ്പോൾ അതിങ്ങനെ അതിൻ്റെ ആ ഡിസൈനും ആർക്കിടെക്ചറൽ മാർവലും കാണേണ്ടത്. ഇവരുടെ ഒരു രസമെന്ന് പറഞ്ഞാൽ ഇവർ ഭയങ്കര കലാബോധത്തോടു കൂടിയാണ് പൈസ ഇറക്കിയാണ് ചെയ്യുന്നത്. പക്ഷെ കലാബോധത്തോട് കൂടി അവിടുത്തെ ഷെയ്ഡ് കണ്ടോ, അതിൻ്റെ ആ ഒരു വേവി പാറ്റേൺ അത് കാണേണ്ടതാണ്. അത് കണ്ടോ, അപ്പോൾ അത് നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ ഇവരുടെ എല്ലാ ഡിസൈൻ പാറ്റേൺസൊക്കെ നമുക്ക് എപ്പോഴും നല്ലതാണ്. ആ മേളിലിങ്ങനെ മറ പോലെ ഇട്ടിരിക്കുന്നതിൻ്റെ ആ ഒരു വേവ് പോകുന്ന പോലെ. പിന്നെ ഇവരുടെ ഒരു പ്രശ്നം, ഇവരിപ്പം
മഴ പെയ്യില്ല എന്നുള്ളത് കൊണ്ട് അവർക്ക് ഇല്ല എന്നുള്ളത് കൊണ്ട് കുറവായതുകൊണ്ട് ഓടയൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് മഴ വളരെ നമ്മുടെ കാലാവസ്ഥയെ പോലെ പെട്ടെന്ന് മഴ കൂടിക്കഴിഞ്ഞാൽ വെള്ളക്കെട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ നോർമലി അവിടെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവർ അത് ആ രീതിയൊന്നും ചിന്തിക്കാത്തത്. ഇത് കണ്ടോ, ഒരു മീനിനകത്ത് ഇങ്ങനെ കയറി നിൽക്കുന്ന പോലെ ഒരു പാറ്റേൺ. ഇതെല്ലാം ആർക്കിടെക്ചറൽ ൻ്റെ നല്ല കലാബോധത്തോടു കൂടി ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ എവിടെ നോക്കിയാലും ബാക്കിൽ നോക്കുമ്പോൾ നിങ്ങൾ ക്രെയിൻ കണ്ടോ, ഈ പ്രൊഡക്ഷൻ ക്രെയിനുകൾ ഇങ്ങനെ ബാക്കിൽ വെച്ചിട്ടുണ്ട്. അതായത് കെട്ടിടങ്ങളെല്ലാം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഓരോരോ കെട്ടിടങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പഴയതിങ്ങനെ റെനോവേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നല്ല ഫ്രീ ആയിട്ടുള്ള പാർക്കുകളും എല്ലാം ഉണ്ട്, പൈസ കൊടുത്ത് കയറുന്ന സ്ഥലങ്ങളും ഉണ്ട്. അപ്പോൾ അങ്ങനെ വളരെ രസകരമായ ഒരു സിറ്റിയാണ് ദുബൈ. കാണേണ്ട ഒരു സിറ്റിയാണ്. ഇതുപോലെ ഒരു പാർക്ക് പോലെ ഇങ്ങനെ ഓരോരോ സ്ഥലങ്ങളിൽ പല പല തീമുള്ള പാർക്കുകളുണ്ട്. അത് കാണേണ്ടതാണ്. അപ്പോൾ അതിങ്ങനെ നമുക്ക് ഓരോന്നായിട്ട് കാണാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോരോ സ്ഥലങ്ങളായിട്ട് കറങ്ങി പോണ വഴിക്കൊരു വലതുവശത്തൊരു ഇതല്ല, ഒരു ഏതോ ഒരു മോണുമെൻ്റായിട്ട് വെച്ചിരിക്കുന്നതാണ്. അതങ്ങനെ അവിടെ കീപ്പപ്പ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അവരുടെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇവർ ഈ പണ്ടത്തെ ഇവരുടെ കാലത്ത് മീൻ പിടിക്കാൻ കൊണ്ടിരുന്ന ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. അന്നാണ് നമ്മുടെ കേരളത്തിലോട്ട് ഇവർ നമ്മുടെ ഈ സ്പൈസസൊക്കെ അന്വേഷിച്ച് വരുന്നത്. അതെല്ലാം ആ ഉരുക്കളും അതെല്ലാം അവരിന്നും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് മ്യൂസിയമായിട്ടും. അവരുടെ ആ പൈതൃകം അവർ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞ് പൈതൃകത്തിൽ പിടിച്ച് നിൽക്കുന്നുമില്ല. അതാണ് എൻ്റെ മോഡേണൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, പക്ഷേ ബാക്കിലത് പൈതൃകം സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിപ്പം വന്നിട്ട് റഷീദ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് അതാണ് ഇട്ടിരിക്കുന്നത്. അത് അവിടെ ആണ് കാണിക്കുന്നത്. അപ്പോൾ അവിടെ ഇങ്ങനെ എല്ലാ റോഡുകളുടെയും ചുറ്റും സൈഡിൽ ഗാർഡൻസും കഴിയുന്നത്ര ട്രീകൾ പ്ലാന്റ് ചെയ്ത് കൺസ്ട്രക്ഷൻസ് കണ്ടിന്യൂസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇടതുവശത്തുണ്ടോ കൺസ്ട്രക്ഷൻ സൈറ്റിൻ്റെ അതാണ് അവിടെ വരെ. എല്ലാ ആൾക്കാർക്ക് ഓരോ വർഷവും വരുന്ന ആൾക്കാർക്ക് ഓരോ പുതിയ പുതിയ സാധനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതാണ് എൻ്റെ പ്രത്യേകത. ലോകത്തുള്ള എല്ലാവരും, യൂറോപ്യൻസ് ഉണ്ട്, റഷ്യൻസ് ഉണ്ട്, എല്ലാ രാജ്യങ്ങളും, സൗദിയിൽ നിന്നുള്ള ആൾക്കാരെല്ലാം അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ വന്ന് ഫിഷ് മാർക്കറ്റിൽ നിന്ന് കാണാനായിട്ട് വേണ്ടി ഫിഷ് വാങ്ങിക്കുകയും വേണം. അപ്പോൾ അവിടെ നമുക്ക് ഫിഷ് മാർക്കറ്റിൻ്റെ ഫ്രണ്ടിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇത് കണ്ടാൽ നമുക്ക് ഇവിടുത്തെ ഒരു 5 സ്റ്റാർ ഹോട്ടലൊക്കെ പോലെ ഇരിക്കും കണ്ടു കഴിഞ്ഞാൽ. അത്ര ക്ലീനും നീറ്റും എല്ലാം. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ലോകത്തുള്ള എല്ലായിടത്തെയും ഫിഷുകളും എല്ലായിടത്തുള്ള മീറ്റുകളും എല്ലാ ടൈപ്പ് മട്ടനും എല്ലാം ഇവർ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്കും അങ്ങനെ ഒരു സംവിധാനമുണ്ട്. നമുക്കിവിടെ കിട്ടുന്ന ഇവിടെ നിന്നുള്ള നല്ല മീനുകളെല്ലാം പിറക്കി നാട്ടുകാർക്ക് അയച്ചിട്ട് ഇവിടെ മീനും കിട്ടാറില്ല, മീനിന് ഭയങ്കര വിലയും, കിട്ടുന്നത് കൊള്ളയില്ല. ഇവിടെ മട്ടനും ചിക്കനും എല്ലാ ലോകത്തെ നമുക്കും അങ്ങനെ ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളൊരു എക്കണോമി ആവേണ്ടിയിരിക്കുന്നു നമ്മൾ. ഇപ്പോൾ ഇവിടെ ചെല്ലുമ്പോഴാണ് നമ്മളതിൻ്റെ ഗുണം മനസ്സിലാക്കുന്നത്. കാരണം എവിടെ നിന്നാണോ ഏറ്റവും നല്ല സാധനം കിട്ടുന്നത് അത് തിന്നാൻ പറ്റും. അതാണ് എൻ്റെ കൂടെ ഏറ്റവും ചീപ്പസ്റ്റ് മീനും തൊട്ട് ഏറ്റവും ഭയങ്കര കോസ്റ്റ്ലി മീനുകളും ഉണ്ട്. അപ്പോൾ കണ്ടോ, ഫോറിനേഴ്സും എല്ലാവരും ഉണ്ട്. ഒരുപാട് ഫോറിനേഴ്സ് മീൻസ് യൂറോപ്യൻസും എല്ലാവരും ഉണ്ട്. അപ്പോൾ മീൻ മാർക്കറ്റ് ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ഒരു വലിയൊരു ഹോട്ടൽ പോലെ തോന്നുള്ളൂ. അപ്പോൾ അതിനകത്തോട്ട് നമ്മളിങ്ങനെ മീൻ വാങ്ങിക്കാൻ കയറുകയാണ്. മീൻ വാങ്ങിക്കാൻ കയറിയിട്ട് നേരെ ഇത് അകത്തോട്ട് പോവുകയാണ്. അകത്തോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും നമുക്കിനി മീനിൻ്റെ വെറൈറ്റി സാധനങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഇതൊന്ന് കാണേണ്ട സംഭവം തന്നെയാണ്. ഇങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഓരോരോ സാധനങ്ങൾക്കും ഓരോരോ പ്രത്യേകതകളും അവർ എല്ലാത്തിനകത്തും ഒരു പുതുമ കണ്ടെത്തും. എല്ലാ സ്ഥലത്തിനും നീറ്റ് ആൻഡ് ക്ലീനാണ്. കണ്ടില്ലേ, എല്ലാ സാധനങ്ങളും വെച്ചിട്ടുണ്ട്, നീറ്റ് ആൻഡ് ക്ലീനാണ്. എല്ലാ അകത്തോട്ട് കയറുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ അകത്തോട്ട് ഇങ്ങനെ പോവാണ്. അപ്പോൾ അകത്തോട്ട് പോയിട്ട് മീൻ വാങ്ങിക്കണം. കാരണം ഇന്ന് അവിടെ നമുക്ക് വെച്ചൊക്കെ കഴിക്കേണ്ടില്ലേ, അപ്പോൾ മീൻ വാങ്ങിക്കേണ്ട കണ്ടീഷനുണ്ട്. ഇപ്പം മീനൂടെ വാങ്ങിക്കാൻ ഇത് കാണാമെന്നുള്ള രീതിയിലാണ് ഇത് എടുക്കുന്നത്. അപ്പം ഇങ്ങനെ അകത്തോട്ട് പോവാണ്. അകത്തോട്ട് പോയിട്ട് ഭയങ്കര നമുക്കിതുപോലത്തെ ഒരു ഫിഷ് മാർക്കറ്റൊക്കെ ആലോചിക്കാൻ പോലും പറ്റില്ല. തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒരു ഫിഷ് മാർക്കറ്റ് ഉണ്ടെങ്കിലുള്ള കണ്ടീഷൻ ആലോചിക്കും. നമുക്ക് എന്തോന്നായിരിക്കും. ഈ ലുലു മാളിൻ്റെക്കാളും ഒക്കെ ഉണ്ട്. ലുലു മാളിൻ്റെ തന്നെ ഒരു അത്രയും വലിപ്പമുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ ഇപ്പം ഇതുപോലെ ഫിഷ് മാർക്കറ്റൊക്കെ വരണുണ്ട്. പക്ഷേ ഈ ഫിഷ് വരണമെങ്കിൽ ഇൻ്റർനാഷണലി കിട്ടുന്നിടത്ത് നിന്ന് എക്സ്പോർട്ട് ചെയ്താൽ മാത്രമല്ലേ നല്ല മീൻ കിട്ടുള്ളൂ. അല്ലാതെ ഇവിടുത്തെ മാത്രം വെച്ചിട്ട് ഇവിടുത്തെ ഉള്ള നല്ല മീനെല്ലാം വെളിയിലോട്ട് എക്സ്പോർട്ട് ചെയ്തിട്ട് നമ്മളേതെങ്കിലും ചവറാടി തിന്നുന്നത് എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മൾ ഒരു മീനിൻ്റെ ക്വാളിറ്റിയൊക്കെ നോക്കിയിട്ടില്ലേ, എല്ലാ ടൈപ്പ് മീനുകളും എല്ലാം ഉണ്ട്. വിലയും കുറവാണ് കേട്ടോ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും. നല്ല ഫ്രഷ് ഐറ്റം മീനുകൾ ഐസിലിട്ടാണ് മീൻ സൂക്ഷിക്കാനുള്ളത്, എന്നാലേ ഇരിക്കുകയുള്ളൂ. അല്ല ഇവിടുത്തെ പോലെ ഈ ഫോർമാലിനൊഴിക്കാനും റോഡിൽ കൊണ്ട് നിന്ന് വിൽക്കുമ്പോൾ അതിന് ഇവർ എന്തെങ്കിലും കെമിക്കൽസൊക്കെ ഇട്ട് അത് ചീത്തയാവാതിരിക്കാൻ വയ്ക്കുക അല്ല ചെയ്യാനുള്ളത്. എപ്പോഴും
റെഫ്രിജറേറ്ററായിട്ട് വെക്കണം. അതുപോലെ ഇവർ ഈ ലാസ്റ്റിൽ വരുന്ന ചിലവാകാത്ത മീനെല്ലാം ഹൈ ഫ്രീസറിൽ കയറ്റും, അല്ലെങ്കിൽ എടുത്ത് മാറ്റും, അല്ലെങ്കിൽ ദൂരെ കളയും. ഇങ്ങനെയൊക്കെയാണ് അവിടെ ചെയ്യുന്നത്. അത്രയ്ക്കും നീറ്റ് ക്ലീനും. ദുബൈയിലൊരു ഗുണമെന്ന് പറഞ്ഞാൽ എവിടെ കയറി എന്ത് സാധനം കഴിച്ചാലും സൂപ്പറാണ്. നല്ല ക്വാളിറ്റിയുള്ള നല്ല ഫുഡേ കിട്ടുള്ളൂ. ഹോട്ടലിലാണെങ്കിലും എല്ലാ കടയിലും ഇവിടെ ആണെങ്കിലും അങ്ങനെ. അപ്പം നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കാൻ ഓർഡർ കൊടുക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ ഓരോരോ ഇത് വേറൊരാളാണ്. അപ്പോൾ മീനിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാണ്. വെയിറ്റ് എടുത്ത് നോക്കിയിട്ട് എത്രയാണ്, അപ്പോൾ കട്ട് ചെയ്ത് ക്ലീനാക്കി നല്ലതുപോലെ ക്ലീനാക്കി കൊടുക്കുമ്പോൾ ഡിഫറൻറ്റ് കൊഞ്ചുകൾ ഇവിടെ 135 ദിർഹം ലോബ്സ്റ്ററിന്. അതായത് വലിയ ലോബ്സ്റ്റർ 1 കിലോ ആയിരിക്കും. അപ്പോൾ അങ്ങനെ കൊഞ്ചിനാണെങ്കിൽ 75 ദിർഹമേ ഉള്ളൂ. 75 ദിർഹം, അപ്പോൾ 1500 രൂപ. അപ്പോൾ കിലോയ്ക്കായിരിക്കും ഏകദേശം 1500 രൂപ 1 കിലോയ്ക്ക്. നമുക്ക് ഇവിടെ കാണാൻ പറ്റാത്ത ടൈപ്പ് ഫ്രഷ് ആയിട്ടുള്ള മീനുകളും വലിയ വലിയ ടൈപ്പ് മീനുകളും എല്ലാം 52 ദിർഹത്തിനുണ്ട്, 75 ദിർഹത്തിനുണ്ട്. പിന്നെ ലോബ്സ്റ്റർ കണ്ടോ, ലോബ്സ്റ്റർ ഇവിടെ നമുക്ക് കോളത്ത് പോയാൽ കിട്ടും. പക്ഷേ ഇത് ഇതിനേക്കാളും വലുത്, പക്ഷേ കുറവാണ് കിട്ടുന്നത്. ഞണ്ട് അങ്ങനെ എല്ലാം ഉണ്ട്. ഐസിൽ പെർഫെക്റ്റായി സൂക്ഷിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത് ഇരിക്കുന്നത്, ചീത്തയാവാതിരിക്കും. അല്ലെങ്കിൽ വൈകിട്ട് തീരാത്ത മീനൊക്കെ ഡീപ്പ് ഫ്രീസറിലോട്ട് കയറ്റി കൊണ്ടുപോകും. പിന്നെ ഇവിടെ നിന്ന് എടുത്ത് മാറ്റുകയും ചെയ്യും. ലാസ്റ്റിലുള്ള എനിക്കൊന്ന് ഹോട്ടൽസിലോട്ടൊക്കെ സപ്ലൈ ചെയ്യുന്നൊന്നും വരാതെ ഉണ്ട്. കണവയൊക്കെ ഇരിക്കുന്നത്, കണവയൊക്കെ ഇവിടെ കണ്ടിട്ട് കാലം കുറേയായി. കണവ വലിയ കണവയൊക്കെ കാണാറേ ഇല്ല. ഒരു സാധനം ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ കിട്ടുന്ന സാധനങ്ങളെല്ലാം ഇമ്പോർട്ട് ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുന്ന ഈ വേസ്റ്റാണ് കേട്ടോ. ചൂര, അതുപോലെ തന്നെ നെമ്മീൻ ചൂര, അതുപോലെ തന്നെ കറിലാവൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ അതുപോലെ രോഹു അങ്ങനത്തെ പോലത്തതും എല്ലാം ഉണ്ട്. രോഹു എല്ലാം തോന്നി, ഇതെല്ലാം കടൽ മീനുകൾ തന്നെയാണ്. അപ്പം നമുക്കിതൊക്കെ കാണുമ്പം അത്ഭുതം തോന്നി. ഇത് ആദ്യമായിട്ടൊക്കെ ചെന്ന് കാണുന്നവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ്. എന്തോ ഒരു വലിയ സംഭവം ആണ് ഇത്. മീൻ മാത്രം, മീനും ഫിഷ്, ഇതിൻ്റെ കാര്യങ്ങൾ, ഈ ചിക്കൻ മട്ടൺ അതെല്ലാം കൊടുക്കുന്ന വലിയ വലിയ ഏരിയകളാണ്. അപ്പോൾ ഇത് കാണേണ്ടതാണ്. ഈ ദുബൈ ഫിഷ് മാർക്കറ്റ് ഒന്ന് കാണേണ്ട സംഭവം തന്നെയാണ്. അപ്പോൾ അങ്ങനെ അതെല്ലാം നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് റെഡിയാക്കി നമുക്ക് തരും. അപ്പോൾ പിന്നെ എളുപ്പമുണ്ട്, പോയി കറി വെച്ചാൽ മാത്രം മതി. അപ്പോൾ അങ്ങനെ അവിടെ അതെല്ലാം കണ്ട് കറങ്ങി നടക്കുകയാണ് ദുബൈ ഫിഷ് മാർക്കറ്റിങ് കിട്ടും. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഇങ്ങോട്ട് വന്നിട്ട് വേറെ ചിക്കനും മട്ടനും ഒക്കെ വിൽക്കുന്ന സ്ഥലമാണ്. അതാണ്ട് എല്ലാം ഉണ്ട് ഇവിടെ. മട്ടൻ്റെ എല്ലാ വെറൈറ്റിയും, ലിവർ മാത്രം കിട്ടും, എല്ലാ സാധനവും പ്രത്യേകം ലിവർ മാത്രം കിട്ടും. അങ്ങനെ നമുക്ക് കണ്ടറിയാം. കാല് മാത്രം, മട്ടൻ്റെ ആടിൻ്റെ കാല് മാത്രം കിട്ടും, അല്ല ബ്രെയിൻ മാത്രം കിട്ടും. അങ്ങനെ എല്ലാ സാധനവും സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. എന്തോരം ക്വാണ്ടിറ്റി എന്ന് പറയുക കൊണ്ടുവച്ചിരിക്കും. നമുക്ക് കണ്ടാൽ അത്ഭുതം തോന്നും. നമുക്ക് സെലക്ഷൻ പോലും അത് എടുക്കണമെന്ന് പോലും അത്ഭുതം തോന്നും. എല്ലാ ടൈപ്പ് സാധനമുണ്ട്. നമുക്കിവിടെ ഇപ്പോൾ ഒരു മട്ടൻ വാങ്ങിക്കണം പോകണമെങ്കിൽ എന്തെല്ലാം കടമ്പുകൾ നോക്കി, ഏതൊക്കെ നോക്കിയിട്ട് അവിടെ ചെല്ലുമ്പോൾ കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ മട്ടൻ്റെ വലിയ വലിയ ബീഫും ഉണ്ട്, എല്ലാം ഉണ്ട്, പോത്തുണ്ട്, എല്ലാ ടൈപ്പ് സാധനവും കിട്ടും വാങ്ങിക്കാനായിട്ട്. ഈവൻ ഇവിടെ മാനിറച്ചി ഉണ്ടോയെന്നുണ്ട്, ദുബൈയിൽ മാനിറച്ചി എല്ലാ സാധനവും കിട്ടും കേട്ടോ. ഈ താറാവ് എല്ലാ സാധനവും. അപ്പോൾ അങ്ങനെ നമ്മൾ അതുപോലെ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ വെയിറ്റൊക്കെ ഒന്നും ഒരു കള്ളത്തരവും ചെയ്യാൻ പറ്റില്ല, പിടിച്ചാത്തരം ഭയങ്കര സ്ട്രിക്റ്റാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഫിഷ് മാർക്കറ്റിനകത്ത് നടക്കും. ഫിഷ് മാർക്കറ്റ് ഇപ്പം മട്ടണും ബീഫും ഒക്കെ വരുന്നതിന് ഓരോ രാജ്യങ്ങളിൽ നിന്ന് വരുന്നതൊക്കെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് ഡീറ്റെയിൽ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. 120 ദിർഹം, ഏകദേശം 2500 രൂപയായി. ഇതിനൊക്കെ വില കുറവ്, ചെറുതിനൊക്കെ വില കുറവാണ്. മറ്റേ അതിന് റാളിനാണ് വില, റാളെന്ന് പറയുന്ന മറ്റേ ലോബ്സ്റ്ററിനാണ് വില കൂടുതൽ. എല്ലാം നല്ല ഫ്രഷാണ് ഇവിടെ. കറുത്ത കൊഞ്ചും വെളുത്ത കൊഞ്ചും പിന്നെ ആ ചുവപ്പ് കളറുള്ള കൊഞ്ചും ഉണ്ട്, 3 ടൈപ്പ്. എല്ലാം പല പല രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്നതാണ് കേട്ടോ. ഇന്ത്യയിൽ നിന്നടക്കം വരുന്നുണ്ട്. നമുക്കാണ് ഇവിടെ ഒന്നും തിന്നാൻ കിട്ടുന്നത്. ഇതുപോലത്തെ ഒരു മാർക്കറ്റൊക്കെ ഇന്ത്യയിൽ കേരളത്തിലൊക്കെ തുടങ്ങേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. നല്ല പോലെ പക്ഷേ തിരുവനന്തപുരത്തെങ്കിലും തുടങ്ങേണ്ട, അത്യാവശ്യമായിട്ട് തുടങ്ങേണ്ട സംഭവമാണ്. ഇനി ഗവൺമെൻറ് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് നല്ല രീതിയിലൊന്ന് ഇതുപോലത്തെ ഒരു മാർക്കറ്റ് ശരിക്കും നന്നായിട്ട് തുടങ്ങണം. അല്ലെങ്കിൽ പ്രൈവറ്റായിട്ടാണെങ്കിലും പറ്റുന്ന ഒരു ഇതുപോലത്തെ ഒരു വലിയൊരു മാർക്കറ്റ് ചെയ്യണം. ഹ്യൂജായിട്ട് ലാഭം കിട്ടുന്ന പരിപാടിയാണ്, നല്ലതുമാണ്, എല്ലാവർക്കും പ്രയോജനപ്പെടുന്നതാണ്. അതേസമയം ഇത് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാലേ നമുക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാ ടൈപ്പ് മീനുകളും കിട്ടുള്ളൂ. ക്ലീൻ ചെയ്യുന്ന മീനുകളൊക്കെ ക്ലീൻ ചെയ്യുന്നതൊക്കെ രസമുണ്ട് കാണാൻ. ഓരോരുത്തർ നല്ല എഫിഷ്യൻ്റായിട്ട് സ്കിൽഡായിട്ട് അത് കയറി നമുക്ക് കറക്റ്റാക്കി കണക്കാക്കി തരികയാണ്. അത് ഇതിൻ്റെ എല്ലാം വേസ്റ്റൊക്കെ റിമൂവ് ചെയ്യലൊക്കെ ഭയങ്കര ഇതാണ്. എല്ലായിടത്തും ഒരു നമ്മളെ റിസോർട്ടിനകത്ത് ഇതുപോലെ വേസ്റ്റ് സംസ്കരണ സ്ഥലങ്ങളുണ്ട്, അവിടത്തോട്ടൊക്കെ എല്ലാം കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ അതിനകത്തൊക്കെ അടുത്തൊക്കെ ഭയങ്കര നാറ്റമാണ് കേട്ടോ. അത് പക്ഷേ
വളരെ ഉള്ളിലാണ്, നമ്മുടെ ജനവാസം ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. കാല് വെച്ചിട്ടുണ്ട്, എല്ലാ സാധനവും ഫുൾ സാധനവും ഉണ്ട്. എല്ലാ ഇത് നമുക്ക് മറ്റേ സൂപ്പ് ഇടാൻ വേണ്ടിയിട്ട് അതിൻ്റെ കണക്കാക്കിയിട്ട് ലിവറുണ്ട്, കണ്ട് ലിവർ, ബ്രെയിന്, എല്ലാ സാധനവും, സർവ്വ കിഡ്നി, അങ്ങനത്തെ എല്ലാ പ്രത്യേകം എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ ലിവറൊക്കെ നമ്മൾ അന്വേഷിച്ച് പോകണം കേട്ടോ. ഓരോരോ സ്ഥലങ്ങളും ഗോൾഡൻ ഫാം അവിടെ അവർ ഉണ്ടാക്കുന്നതാണ്. ആ ഫാമിൽ ഉണ്ടാക്കിയിട്ട് ആട് ജീവിതത്തിൽ കണ്ട പോലത്തെ ഉള്ളിലുള്ള പല പല ഫാമുകളുണ്ട്. അവിടെ നിന്ന് വരുന്ന വെറൈറ്റി പലതരം ആടുകളും ഉണ്ട് കേട്ടോ. ഒരു സ്പെസിഫിക് ആടല്ല, പലതരം ആടുകളുണ്ട്. ആടിൻ്റെ തലയഴ് കംപ്ലീറ്റ് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളങ്ങനെ ഇത് എല്ലാ ഫിഷ് മാർക്കറ്റും ഈ മട്ടണും എല്ലാ സർവ്വമാന സകല സാധനങ്ങളും, തിന്നാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും കിട്ടും. അത് ഇങ്ങനെ കണ്ടു പോവുകയാണ്. അപ്പോൾ ഇതൊന്ന് കാണേണ്ട സീനാണ്. അപ്പോൾ നമുക്കിങ്ങനെ ഓരോ ദിവസം ഓരോ സ്ഥലങ്ങളായിട്ട് പോയി കണ്ട് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ഇത് എല്ലാം അറുത്ത് ക്ലീനാക്കി നല്ല നീറ്റാക്കി. ഇതിപ്പം നമുക്കിവിടെ ഇതൊക്കെ ഒന്ന് ചിന്തിക്കാൻ പോലും പറ്റില്ല, ഇതുപോലത്തെ ഒരു സംഭവം. യഥാർത്ഥത്തിൽ ഇതുപോലത്തെ ഒരു വലിയൊരു സംഭവമൊക്കെ ഫിഷ്, മട്ടൺ, അതുപോലത്തെ ഈ ബീഫ്, അതുപോലെ തന്നെ പോത്ത്, ഇതെല്ലാത്തിൻ്റെ ഒരു മാർക്കറ്റ് കേരളത്തിൽ തിരുവനന്തപുരത്തെങ്കിലും വരണം. എറണാകുളത്ത് വരേണ്ടത് അത്യാവശ്യമാണ്. കണ്ണാടി കൂടെ ക്ലീൻ ചെയ്തിട്ടുണ്ട്, ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ പറഞ്ഞ മീനാണെന്ന് തോന്നുന്നത് ഓർഡർ ചെയ്തത് എല്ലാം വെട്ടി റെഡിയാക്കി നമുക്ക് പാഴ്സൽ ചെയ്ത് കയ്യിൽ തരും. ഒരു 10 മിനിറ്റത്തെ ജോലിയേ ഉള്ളൂ. അതെല്ലാം കൃത്യം ക്ലീനാക്കി റെഡിയാക്കി കയ്യിൽ തരും. ഈ അവരുടെ ഒരു സിറ്റി ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഓർഗനൈസ് ചെയ്യുന്ന ഭയങ്കര തന്നെയാണ്. എല്ലായിടവും ഈ മരുഭൂമി ഇത്രയും നല്ല രീതിയിൽ ആക്കി എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ എല്ലാം അത് അവർ സാമ്പത്തികമായിട്ട് മുതലാക്കാൻ ഫൈനാൻഷ്യലി പോവുകയും ചെയ്യും. അതാണ് എൻ്റെ വിറ്റ്. അങ്ങനെ വേണം ചെയ്യാം, അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് ഓടില്ല. കാരണം എന്ത് സംഭവം ചെയ്താലും അതിനെ നമുക്കത് കമേഴ്സ്യൽ രീതിയിൽ ഉപയോഗിച്ച്, ന്യായമായ രീതിയിൽ ഉപയോഗിച്ച് പൈസ തിരിച്ച് കിട്ടുകയും വേണം. നല്ല നമുക്ക് ആ പ്രോജക്റ്റ് പിന്നെയും ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊരു ഭയങ്കര ബാക്കിലുള്ളൊരു ഇൻട്രസ്റ്റിംഗ് പ്രോസസ്സാണത്. അതുപോലെ ഇവിടെ എന്ന് പറഞ്ഞാൽ കറണ്ടൊന്നും പോകത്തേയില്ല. ഫുൾ ജനറേറ്റർ ബാക്കപ്പും എല്ലാം, ഫുൾ AC ആണ് കേട്ടോ. അത് നല്ല, അതിനകത്ത് കയറി കറങ്ങി നടക്കാൻ തന്നെ രസമാണ്. മീൻ വാച്ചില്ലെങ്കിലും കാണാനുള്ള കണ്ടീഷൻസ് ഉണ്ട്. അപ്പം അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പം നമ്മൾ താമസിക്കുന്ന വീടാണ്. വീടിനകത്തെ സംഭവങ്ങളൊക്കെയാണ്. അവിടെ ഒരു 1 ബെഡ്റൂം ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ആ കിച്ചണും എല്ലാം അവരുടെ ഒരു സ്റ്റൈൽ ഇതാണ്. അപ്പോൾ അതിനകത്ത് കിച്ചൺ, ഓപ്പൺ കിച്ചണും, പിന്നെ അവിടെ ആർക്കിടെക്റ്റാണ് കേട്ടോ. അപ്പോൾ അവിടെ അതിൻ്റേതായ ഒരു അടുക്കും ചിട്ടയൊക്കെ അതിനകത്തുണ്ട്. ആർക്കിടെക്റ്റൽ അടുക്കും ചിട്ടയുണ്ട്. അപ്പം ഇപ്പോഴേ എല്ലാ ഫ്ലാറ്റ് വാങ്ങിക്കാൻ നോക്കുന്നുണ്ട് സ്വന്തമായിട്ട്. ഇപ്പം മൊബൈൽ ഫ്ലാറ്റ് നമുക്ക് വാങ്ങിക്കാം കേട്ടോ. ഫ്ലാറ്റിനേക്കാളും നമ്മളൊരു വില്ല നോക്കിക്കൊണ്ടിരിക്കുകയാണ് പുള്ളി വാങ്ങിക്കാനായിട്ട്. അതാണ് നല്ലത്. ഫ്ലാറ്റാകുമ്പോൾ നമുക്കൊരു കൺജഷനുണ്ട്. ഇന്നത്തെ ന്യൂസ് കേട്ടുകൊണ്ടിരിക്കുക, ന്യൂസിൻ്റെ സംഭവങ്ങളൊക്കെയാണ്. അതിന് ഒരു ബാൽക്കണിയൊക്കെ ഉണ്ട്, രസമുണ്ട്. ഒരു നല്ല ഏരിയയാണിത്. അപ്പോൾ ഇവിടെ തന്നെ ഇങ്ങനെ പല ഏരിയകളുണ്ട് കേട്ടോ. ആ ചില ഏരിയകളൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം അത് ഇത്ര രസം പോലെ, ഇത് നല്ല കൂടുതൽ കുറച്ചുകൂടെ പോഷ് ഏരിയയാണ്, നല്ല ഏരിയയാണ്. അപ്പോൾ അത് അവിടെയാണ് താമസം. അവിടെ ഫ്ലാറ്റിൽ നിന്നുള്ള വെളിയിലോട്ടുള്ള വ്യൂ ആണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ അവിടെയൊക്കെ കറങ്ങി നടക്കാൻ ഒക്കെ നമുക്ക് എല്ലായിടത്തും നമുക്ക് വാക്കിനൊക്കെ പോകാനൊക്കെ നല്ലതാണ്. ഇതിനകത്ത് അടുത്തൊക്കെ തന്നെ ചെറിയൊരു സ്വിമ്മിങ് പൂളും മറ്റു കാര്യങ്ങളും അങ്ങനത്തെയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ തന്നെ എല്ലാം ആ ഒരു കമ്മ്യൂണിറ്റിക്കകത്ത് തന്നെ ഇതൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ അതിനകത്ത് തന്നെ കാര്യങ്ങളൊക്കെ നമുക്കെല്ലാ രസമുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുത്തെ വ്യൂ ആണ് ഈ കാണുന്നത്. നമുക്ക് നല്ല ചൂടുണ്ട് വെളിയിൽ, പക്ഷേ ഈ പറഞ്ഞ പോലെ ഹ്യൂമിഡിറ്റി കുറവായതുകൊണ്ട് വെളിയിലത്തെ ചൂട് നമുക്ക് ഭയങ്കരമായിട്ട് കുഴപ്പം തോന്നില്ല. കേരളത്തിലാണെങ്കിൽ ഹ്യൂമിഡിറ്റി ഉള്ളതുകൊണ്ടാണ് നമുക്ക് വേർത്ത് കഴിയുമ്പോൾ ഭയങ്കര ഈ വേർപ്പ് ഓപ്പറേറ്റ് ചെയ്ത് പോകാത്തതുകൊണ്ടാണ്, സ്കിന്നിൽ നിന്ന് ഇങ്ങനെ ആവിയായിട്ട് പോകാത്തതുകൊണ്ടാണ് നമുക്ക് ഇറിറ്റേഷൻ തോന്നുന്നത്. അപ്പോൾ അതാണ് ഫ്ലാറ്റിൻ്റെ വ്യൂ.
അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ടിറങ്ങി വെളിയൊക്കെ ഒന്ന് കറങ്ങാൻ വേണ്ടി പിന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഓരോ ബിൽഡിങ്ങിൻ്റെയൊക്കെ ആ ബാക്കിലിരിക്കുന്ന ബിൽഡിങ്ങിൻ്റെ ഷേപ്പ് കണ്ടോ? ഇവർ അപ്പോഴപ്പോഴും ഓരോരോ പുതിയ പുതിയ ന്യൂ ഐഡിയാസ് കണ്ടുപിടിച്ച് അതനുസരിച്ചുള്ള വീടുകൾ ഇവർ സാങ്ഷൻ കൊടുക്കുമ്പോൾ തന്നെ, കോർപ്പറേഷൻ സാങ്ഷൻ കൊടുക്കുമ്പോൾ തന്നെ ഇവർ ഇങ്ങനെ വെക്കണം, ഇന്ന പെയിൻറ്റ് ചെയ്യണം എന്നൊക്കെ എല്ലാം കാണിച്ച് കഴിഞ്ഞിട്ടേ കൊടുക്കുന്നുള്ളൂ. വേറൊരു ഉണ്ട് ഗോപുരം പോലിരിക്കുന്നത്. എപ്പോഴും പുതിയ പുതിയ ബിൽഡിങ്സ് കാണാം. അത് പുത്തൻ ന്യൂ ആർക്കിടെക്ചറും ന്യൂ മാർബിൾസും ന്യൂ ഡിസൈൻസും ഒക്കെ അനുസരിച്ചാണ് അത് അങ്ങനെയുള്ളതേ കൊടുക്കുകയുള്ളൂ. പ്രൈവറ്റായിട്ട് ആൾക്കാർ ചെയ്താലും ഇതെല്ലാം ഇതുപോലെ അവർ നോക്കിയിട്ട് ഗവൺമെൻറ് കൂടെ നോക്കി അതിനൊക്കെ നല്ല യോജിക്കുമെന്നൊക്കെ നോക്കിയിട്ടേ കൊടുക്കുള്ളൂ. അങ്ങനെ വേണം നമ്മുടെ അവിടെയും ചെയ്യാനായിട്ട്. അല്ലാതെ ഏതെങ്കിലും ഡിസൈൻ നിങ്ങൾ വെച്ചോന്ന് വയ്ക്കുമ്പോൾ ഒരുമാതിരിയാവും. അപ്പോൾ ഏതായാലും കെട്ടണം കെട്ടുന്നു, നല്ല ഡിസൈൻ കെട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെയാണ്. അതുപോലെ നമ്മുടെ ഇവിടുത്തെയൊക്കെ കുറച്ച് റൂൾസ്, നൈറ്റ് ലൈഫ് റൂൾസൊക്കെ കുറേ റെഡ്യൂസ് ചെയ്താലേ നമ്മുടെ ഇവിടെ ടൂറിസ്റ്റിൽ കൂടുക. നമ്മുടെ കേരളം ഭയങ്കര ടൂറിസ്റ്റ് ഓപ്പർച്യൂണിറ്റിയുടെ ഭയങ്കര സ്ഥലമാണ്. പക്ഷേ നമ്മുടെ ഇവിടുത്തെ ഒരു നൈറ്റ് ലൈഫ് കാര്യങ്ങൾ, നമ്മുടെ ഇവിടുത്തെ ഒരു കൾച്ചറും ഒക്കെ കുറച്ചുകൂടെ അതിനനുസരിച്ചൊന്ന് മാറണം. ടൂറിസ്റ്റ് കൾച്ചർ അനുസരിച്ചൊന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ടൂറിസ്റ്റിന് കൂടുതൽ കിട്ടുകയുള്ളൂ. അതായത് സത്യമാണ്. അല്ല, ഓരോ ബിൽഡിങ്സിൻ്റെയൊക്കെ ഷേപ്പ് ഒക്കെ എന്തെല്ലാം പുത്തൻ ഐഡിയ വെച്ചിട്ട് അതിന് ആ മേളിലത്തെ ടോപ്പ് അതെല്ലാം നമുക്കത് കാണുമ്പോൾ മനസ്സിലാവും. എന്തൊരു വലിയ റോഡ്സും അതിൻ്റെ ചുറ്റിലെല്ലാം. അപ്പം എല്ലാം ഇതുപോലെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ 50 വർഷം കാലാവധി, 40 വർഷം കാലാവധിക്ക് വീട് കൺസ്ട്രക്ഷൻ കൊടുക്കുള്ളൂ. അത് കഴിഞ്ഞ് എത്ര വലുതാണെങ്കിലും ഇടിച്ച് മാറ്റി പുതിയത് വെച്ചോളൂ. അങ്ങനെ പറഞ്ഞാൽ കൊടുക്കുന്നത്. ചിലതൊക്കെ 100 വർഷം കൊടുക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഭയങ്കര അത്രയ്ക്കും ക്വാളിറ്റിയും അങ്ങനത്തെ ഇമേജ് അത്രയ്ക്കുള്ളതിന് അങ്ങനെ സാങ്ഷൻ കൊടുക്കുകയുള്ളൂ. ഇതിപ്പം നമ്മുടെ ഗ്ലാസ്സിൽ കൂടെയുള്ള റിഫ്ലക്ഷനാണ് ഈ കാണുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഗ്ലാസ് തുറന്നിട്ട് വണ്ടി സ്പീഡ് എടുക്കാൻ പറ്റില്ല. കാരണം പുകയും പൊടിയും വരും. പൊടിയാണ് കുഴപ്പം. പൊടി വരും, പിന്നെ അത് ക്ലാരിറ്റി കുറയും, സിയും കുറയും. അതുകൊണ്ടാണ് ഗ്ലാസ്സിൽ കൂടെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് റിഫ്ലക്ഷൻ വരുന്നത്. അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മളെല്ലായിടത്തും പോകുന്നിടത്താകുമ്പോഴത്തേക്കും എല്ലായിടത്തും പെർഫെക്റ്റായിട്ട് പിക്ചർ ക്വാളിറ്റി ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ അതുപോലെ വേറെ രസം പറഞ്ഞാൽ ദുബൈ ചെന്നാൽ എല്ലാ വണ്ടികളും കാണാം. എല്ലാ കമ്പനികളുടെയും കാർ പ്രേമികൾക്ക് ഏറ്റവും ഹരമുണ്ടാക്കുന്നൊരു സ്ഥലമാണ് ദുബൈ. എല്ലാ ടൈപ്പ് കാറുകളും എന്തെല്ലാം ടൈപ്പ് ലോകത്ത് എവിടെയെല്ലാം എന്തെല്ലാം ഉണ്ടോ അതെല്ലാം കാണാം. ഡിഫറെൻറ്റ് വെറൈറ്റി. നമ്മുടെ അവിടെ പണ്ടൊക്കെ ഒരു അംബാസഡറും Fiat അല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഭാരതി വന്നപ്പോൾ പിന്നെ ഇപ്പോൾ കുറേ വെറൈറ്റി ഒരുപാട് കാറുകൾ ഇറങ്ങുന്നുണ്ട്. പക്ഷേ എന്നാലും ദുബൈയുടെ ഒന്നും അയൽവക്കത്ത് പോലും ആയിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ എത്ര കമ്പനികളുടെ എത്ര വെറൈറ്റി കാറുകളെന്ന് പറയും ഓടുന്നത്. എല്ലാ ദിവസം നമ്മുടെ ഇവിടുത്തെ ഇപ്പോൾ എല്ലാം ഉണ്ട്. സണ്ണി എല്ലാം ഉണ്ട്, അവിടെ ഓടുന്നുണ്ട്. കിയ എല്ലാം ഉണ്ട്. പക്ഷേ 100 വേറെ കമ്പനി. നമ്മുടെ ഇന്ത്യയിലും അതുപോലത്തെ ഒക്കെ ആൾക്കാർ വരണം, എന്നാലേ ഡിഫറൻ്റായിട്ട് ഉപഭോക്താവിന് നല്ലൊരു ഒരു ഓപ്ഷൻ കിട്ടുകയുള്ളൂ ഏത് വണ്ടി വാങ്ങിക്കണമെന്ന്. ഡിഫറൻറ്റ് എന്തെല്ലാം 4 വീലറുണ്ട്, പിന്നെ പലതരം ഡെസേർട്ട് ഡ്രൈവിനൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്തെല്ലാം വണ്ടികൾ പ്രേമികൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ വണ്ടി ക്രൈസ് തീരും. കാരണം ഇത് കണ്ടേ ഇഷ്ടം പോലെ വണ്ടി. നമുക്കിപ്പോൾ ഇവിടെ കിട്ടുന്ന കോടിക്കണക്കിന് രൂപ വിലയുള്ള ബെൻസ് കാറൊക്കെ സൈഡിൽ ഓട്ടോറിക്ഷ പോലെ ഒതുക്കി ഇരിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ബെൻസൊക്കെ ചുമ്മാ കൊണ്ടിട്ടിരിക്കുന്നതാണ്. ഇന്ന് നമുക്കിപ്പോൾ പിന്നെ പണ്ടത്തെക്കാളും ഇപ്പോൾ അവിടെയും വില കൂടി കേട്ടോ. ഇപ്പം നേരത്തെക്കാളും കാറിന് വില കൂടി, അതുപോലെ പെട്രോളിനും വില കൂടിയിട്ടുണ്ട്. നേരത്തെക്കാളും വില കൂടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ റോഡുകളും കാര്യങ്ങളൊക്കെ കണ്ടിങ്ങനെ പോവുകയാണ്. അപ്പം നമ്മൾ പഴയ പോലെ നേരത്തെ കണ്ട സ്ഥലത്തിലോട്ട് കറങ്ങി തിരിഞ്ഞ് എത്തി. അപ്പോൾ അവിടെ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തിട്ട് അപ്പോൾ ഇനിയിപ്പം കുറച്ച് നേരത്തെ കണ്ട അതേ സംഭവങ്ങൾ തന്നെയാണ് ഈ പിന്നെയും കാണുന്നത്. അപ്പോൾ അത് അവിടെ കറങ്ങി അവിടെ വന്നതിന് ശേഷം പിന്നെ പഴയ നമ്മൾ കണ്ട ആ സംഭവങ്ങളൊക്കെയാണ് ഒന്നേന്ന് പിന്നെയും കാണുന്നത്. തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം കൺസ്ട്രക്ഷൻസൊക്കെ കണ്ട ദുബൈ പറഞ്ഞാൽ എത്രയും മതിയാവില്ല ദുബൈയെ പറ്റി പറഞ്ഞാൽ. എപ്പോഴും കൺസ്ട്രക്ഷൻ ബാക്കിൽ കണ്ടോ ആ ക്രെയിനുകളിങ്ങനെ ഓൾവേസ് കൺസ്ട്രക്ഷൻ, എപ്പോഴും കൺസ്ട്രക്ഷൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ മറ്റേ നേരത്തെ കയറിയ അതേ പാർക്കിൻ്റെ തന്നെയാണ് ഈ വ്യൂ തന്നെയാണ് ഇപ്പോഴും കാണുന്നത്. അപ്പോൾ അത് ഒന്നുകൂടെ കാണിച്ച് എന്തിനെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ രസം കണ്ടിട്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇനി ഇതുപോലെ ഓരോരോ സ്ഥലങ്ങൾ നമുക്കിങ്ങനെ കറങ്ങി നടന്ന് കാണാനുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം.
ഓരോരോ ചെറിയ കാര്യങ്ങൾ വരെ, അതുപോലെ ഇവിടെയുള്ള ഈ നമുക്ക് പോകാൻ ബാത്റൂമുകൾ, കോമൺ ബാത്റൂമുകൾ, അതുപോലെ തന്നെ അതിൻ്റെ ടോയ്ലറ്റ്സ്, അതുപോലെ തന്നെ പ്രെയർ ഹാൾ, അതൊക്കെ കാണാൻ എന്ത് അടിപൊളിയായിട്ടറിയോ വെച്ചിരിക്കുന്നത് അവർ. നല്ല സ്ട്രിക്റ്റ് ആൻഡ് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട്. ഇപ്പം നമ്മളിവിടുത്തെ പോലെ ഒരു സുപ്രഭാതത്തിൽ ഒരു സാധനവും തട്ടിക്കൂട്ടാനൊന്നും ഒരിടത്തും സമ്മതിക്കില്ല. അതൊക്കെ സമ്മതിച്ചു കൊടുക്കണം, അവരുടെ ആ ഒരു വിൽ പവറും മറ്റേ ഒരു വിഷനും. അതാണ് എൻ്റെ ഏറ്റവും വളരെ രസമുള്ള കാര്യം. അതിൽ ഹോട്ടലുകളുണ്ടല്ലോ, ഡിഫറൻ്റ് ആയിട്ട് ആഹാരമാണ്. ഇപ്പം നമ്മളൊരു ഹോട്ടലിൽ കയറി ഇരിക്കുകയാണ്. അപ്പോൾ കേരളത്തിൻ്റെ എല്ലാ ഫുഡുകളെ പറ്റി പറയാൻ തുടങ്ങിയ അന്തമില്ല. നമുക്കത് ഇനിയത്തെ വീഡിയോകളിൽ കാണാം ഫുഡിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇലയിട്ട് സദ്യയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ കടയിൽ കയറി കഴിക്കാനിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ കേരള ഫുഡ് തന്നെ ഇങ്ങനെ തരയാണ്. പല പല സാധനങ്ങളും ഡിഫറൻ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. എല്ലായിടത്തും ഇതുപോലെ ഇഷ്ടം പോലെ ടൈപ്പ് ഫുഡ് കിട്ടും വാങ്ങിക്കാനായിട്ട്. അപ്പം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സദ്യയുടെ കൂടെ തന്നെ ഇപ്പം ചിക്കൻ ഫ്രൈ എന്നുള്ള സാധനങ്ങൾ, അങ്ങനത്തെ എന്തും കിട്ടും. ദുബൈയിലൊരു പ്രത്യേകത, അത് നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ അവിടുത്തെ ഫുഡുകളുടെ അവൈലബിലിറ്റിയും കാര്യങ്ങളെല്ലാം നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ നമുക്കത് മനസ്സിലാവും എന്തൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങളെന്നൊക്കെ ഉള്ളത്. അപ്പം അങ്ങനെ ഈ ഓരോരോ സാധനങ്ങളൊക്കെ പല പല ഡിഫറൻ്റ് വെറൈറ്റി ഫുഡുകളാണ്. അത് ദുബൈയുടെ പ്രത്യേകതകൾ തന്നെ. ഏറ്റവും ചീപ്പസ്റ്റ് ഫുഡും ഉണ്ട്, നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഫുഡും ഉണ്ട്. ഹോട്ടൽസും ഒക്കെ അങ്ങനെ തന്നെ. അപ്പോൾ ഇപ്പം തന്നെ നമുക്കിപ്പോൾ ഒരു വെറൈറ്റി ഫുഡ് കാണാനില്ല. ഇതിപ്പോൾ ഇതുപോലെ ഉണ്ട്, ആ ഒരു സാധനം ഇങ്ങനെ കൊണ്ടിട്ട് അതിനകത്ത് പാലോ ക്രീമോ ആണ് അതിങ്ങനെ ഒഴിച്ച് റെഡിയാക്കി. അപ്പോൾ മധുരമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ പല വെറൈറ്റി സാധനങ്ങളുണ്ട് കേട്ടോ ഇവിടെ. എന്നിട്ട് അതിനെ പിന്നെ തടി കൂടാതെ നോക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കലോറി നോക്കിയേ കഴിക്കാവൂ, അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ കഴിച്ചാൽ വണ്ണവും വയ്ക്കുകയും ചെയ്യും. അതാണ് വേറെ കുഴപ്പം. വളരെ കെയർഫുള്ളായിട്ട് തടി കൂടാത്ത രീതിയിൽ വേണം കഴിക്കാൻ. പക്ഷേ ഡിഫറൻറ്റ് വെറൈറ്റി എന്ന് പറഞ്ഞാൽ കണ്ടാൽ നമുക്ക് അന്തമുണ്ട്. ഇത്രയും വെറൈറ്റി ഫുഡ് കിട്ടുന്ന ലോകത്ത് ഒരിടത്തുമില്ല. കാരണം നമ്മുടെ ഇന്ത്യൻ ഫുഡും എല്ലാ ടൈപ്പ് ഫുഡും കിട്ടും. പല 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 വെറൈറ്റി ഫുഡ്. വേറെ ഫുഡുകളെ പറ്റി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ അവരുടെ ഇതായിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കാര്യം അത് ഓരോരോ. പിന്നെ ഇത് നമുക്ക് ഇതുപോലെ വീട്ടിൽ വെച്ച് തിന്നാനും എല്ലാ സാധനവും നമുക്ക് പെട്ടെന്ന് കിട്ടും, അറേഞ്ച് ചെയ്ത് ഉണ്ടാക്കാനൊക്കെ. അപ്പം നമ്മളൊന്ന് നോക്കുക. നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ദുബൈ ട്രിപ്പിനെ ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, മറക്കല്ല്. ഷെയർ ചെയ്താലേ കൂടുതൽ പേര് കാണുള്ളൂ കേട്ടോ. അപ്പം തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യണം. നല്ലതുപോലെ അടുത്ത വീഡിയോസ് ഇനി അടിപൊളി വീഡിയോസായിട്ടൊക്കെ വരാം കേട്ടോ.